തേങ്ങയുടെ പേരിന് പിന്നിലെ പോർച്ചുഗീസ് ചരിത്രം. ഇന്ത്യൻ നട്ട് എങ്ങനെ കോക്കനട്ടായി? ചരിത്രത്തിൻ്റെ താളുകളിൽ കൗതുകമുണർത്തുന്ന ഒട്ടേറെ കഥകളുണ്ട് ഇതിന് പിന്നിൽ. അതിൽ കേരളത്തിൻ്റെ സ്വന്തം നാളികേരത്തിന് ആഗോളതലത്തിൽ തന്നെ ഇംഗ്ലീഷിൽ കോക്കനട്ട് എന്ന പേര് വന്നു വീണ വഴി അത്രയധികം രസകരമാണ്. പോർച്ചുഗീസ് പര്യവേഷകർ കേരളക്കരയിൽ കാലുകുത്തിയ നാള് മുതൽ സജീവമായിട്ടുള്ള ഈ നാമകരണത്തിൻ്റെ പിന്നാമ്പുറ കഥ ചരിത്രകാരന്മാർ എക്കാലത്തും കൗതുകത്തോടു കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത്. മലയാളിക്ക് എക്കാലത്തും ജീവശ്വാസമായിട്ടുള്ള നാളികേരം ആഗോളതലത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയതിൻ്റെ പിന്നിലെ കൗതുകകരമായിട്ടുള്ള വസ്തുതകളിലേക്കാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പോകുന്നത്. 1498 പ്രശസ്തനായിട്ടുള്ള പോർച്ചുഗീസ് പര്യവേഷകൻ വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള സംഘം കേരള തീരത്തുള്ള കാപ്പാടിൽ കപ്പലിറങ്ങുന്നതോടു കൂടിയിട്ടാണ് ഈ കഥയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. സ്വന്തം നാടായ പോർച്ചുഗലിൽ നിന്നും കടൽ കടന്ന് ആയിരക്കണക്കിന് മൈലുകൾ താണ്ടിയിട്ട് പുതിയൊരു ഭൂപ്രദേശം തേടിയെത്തിയ ആ നാവികർക്ക് കേരളത്തിൻ്റെ മണ്ണും മനുഷ്യനും സംസ്കാരവും പുതിയ അനുഭവങ്ങളായിരുന്നു. അതുവരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടിട്ടില്ലാത്ത വൈവിധ്യമാർന്ന കാഴ്ചകളാണ് കേരള തീരം അവർക്ക് സമ്മാനിച്ചത്. ഈ പുതിയ കാഴ്ചകളിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒന്നായിരുന്നു മലയാളികളുടെ നാളികേരം എന്നത്. അന്നുവരെ യൂറോപ്യൻ സമൂഹത്തിന് പൂർണ്ണമായിട്ടും അപരിചിതമായിരുന്ന ഈ വലിപ്പമുള്ള ഫലം അവരുടെ കണ്ണിൽ അത്ഭുതമായി മാറി. ജീവിതത്തിൽ ആദ്യമായി തേങ്ങ നേരിൽ കണ്ട ആ പോർച്ചുഗീസ് നാവികർ അതിൻ്റെ രൂപഘടനയും പ്രത്യേകതകളും കൗതുകത്തോടെ നോക്കിക്കണ്ടു എന്നുള്ളതാണ്. കരയെയും കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ നിധി മലയാളിയുടെ ജീവിതവുമായിട്ട് എങ്ങനെ ഇഴചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അവർക്ക് അധികം സമയം വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. പോർച്ചുഗീസുകാരുടെ ഭാഷയിൽ കൊക്കോ എന്ന വാക്കിന് വാസ്തവത്തിൽ പല്ലിളിക്കുന്ന മുഖം അല്ലെങ്കിൽ തലയോട്ടി എന്നൊക്കെയാണ് അർത്ഥം നൽകിയിരിക്കുന്നത്. പോർച്ചുഗീസുകാരുടെ പരമ്പരാഗത നാടോടി കഥകളിലും ഭയപ്പെടുത്തുന്ന മിത്തുകളിലും എൽ കൊക്കോ എന്നൊരു സാങ്കല്പിക പേക്കോലവും ഉണ്ടായിരുന്നു. മാത്രമല്ല, കുട്ടികൾ അനുസരണക്കേട് കാണിക്കുമ്പോഴും വികൃതി കാണിക്കുമ്പോഴും ഇപ്പോൾ കൊക്കോ വന്ന് പിടിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അക്കാലത്തെ മാതാപിതാക്കൾ കുട്ടികളെ പീഡിപ്പിക്കാറുണ്ടായിരുന്നു. മലയാളിക്കരയിൽ വെച്ച് പോർച്ചുഗീസുകാർ പൊതിച്ച തേങ്ങയുടെ 3 കണ്ണുകളും വായുടെ ഭാഗം പോലെയുള്ള അടയാളങ്ങളും കണ്ടപ്പോൾ പോർച്ചുഗീസ് പര്യവേഷകർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് തങ്ങളുടെ നാടൻ കഥകളിലെ പൊക്കോലമയ ആയ ആ കൊക്കോയുടെ രൂപമായിരുന്നു അവരുടെ മുന്നിൽ തെളിഞ്ഞത്. തേങ്ങയുടെ പുറംതൂടിലെ പ്രത്യേകതകൾ കൃത്യമായിട്ട് ആ പോക്കോലത്തിൻ്റെ ഭാവങ്ങളുമായിട്ട് സാമ്യമുള്ളതായിട്ട് അവർക്ക് തോന്നി. അങ്ങനെ ആ ഭയത്തിൻ്റെയും കൗതുകത്തിൻ്റെയും ഓർമ്മയിൽ അവർ ആ പുതിയ ഫലത്തിന് കൊക്കോ എന്ന് പേരിടുകയായിരുന്നു. ഏതാണ്ട് 16-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഈ പോർച്ചുഗീസ് വാക്ക് യൂറോപ്പിലിടനീളം വ്യാപിക്കുകയും പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇംഗ്ലീഷുകാർ ഈ വാക്കിനോടൊപ്പം ഒരു നട്ട് കൂടി ചേർത്തു വെച്ചതോടു കൂടിയിട്ടാണ് ഇന്നത്തെ സുപരിചിതമായിട്ടുള്ള കോക്കനട്ട് എന്ന പദം രൂപപ്പെട്ടത് തന്നെ. അങ്ങനെ മലയാളി നൂറ്റാണ്ടുകളായിട്ട് സ്നേഹത്തോടെ വിളിക്കുന്ന നാളികേരം ആഗോളതലത്തിൽ കോക്കനട്ടായിട്ട് പരിണമിക്കുകയായിരുന്നു. ഈ ചരിത്രപരമായിട്ടുള്ള മാറ്റത്തിന് മുൻപ് ഏതാണ്ട് 12-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച മാർക്കോ പോളോയെ പോലുള്ള വിദേശ സഞ്ചാരികൾ നാളികേരത്തെ ഇന്ത്യൻ നട്ട് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇന്ത്യയിൽ നിന്ന് അത് യൂറോപ്പിലേക്ക് എത്തിയ അപൂർവമായിട്ടുള്ള പരിപ്പ് വർഗം എന്ന നിലയിലാണ് അവർ അതിനെ അങ്ങനെ അഭിസംബോധന ചെയ്തത് തന്നെ. എന്നാൽ പര്യവേഷകരുടെ വരവോടെ ആ പേര് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയും പുതിയൊരു നാമം ലോകവ്യാപകമായിട്ട് അംഗീകരിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഒരു ജനതയുടെ സംസ്കാരവും മറ്റൊരു നാടിൻ്റെ മിത്തുകളും തമ്മിൽ യാദൃച്ഛികമായി കൂട്ടിച്ചേർത്തതിൻ്റെ മികച്ച ഉദാഹരണമാണ് തേങ്ങയുടെ ഈ ഒരു നാമകരണ ചരിത്രം എന്ന് പറയുന്നത്. കേവലം ഒരു കാർഷിക ഉൽപ്പന്നത്തിലുപരി കടലുകൾ താണ്ടി എത്തിയിട്ടുള്ള സഞ്ചാരികളുടെ ഭാവനയിൽ അത് മറ്റൊരു രൂപം പ്രാപിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അന്നത്തെ ആ പോർച്ചുഗീസ് നാവികരുടെ നാടോടി കഥകളിലെ പോക്കലം എന്ന
ഇന്നും വാസ്തവത്തിൽ ആഗോളതലത്തിൽ ഒരു ഫലത്തിൻ്റെ പേരായിട്ട് തലയുയർത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് ചരിത്രത്തിൻ്റെ മറ്റൊരു മനോഹരമായിട്ടുള്ള കാവ്യനീതിയാണ്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും മലയാളികളുടെ ഭക്ഷണക്രമത്തിലും സംസ്കാരത്തിലും നാളികേരത്തിനുള്ള ഒരു സ്ഥാനം ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്നായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആഗോള വിപണിയിൽ തന്നെ, അതായത് കോക്കനട്ട് എന്ന പേരിൽ ഇത് അറിയപ്പെടുമ്പോഴും അതിൻ്റെ അടിവേരുകൾ കിടക്കുന്നത്, അതായത് കേരളത്തിൻ്റെ മണ്ണിലാണ്. ഒരു വിദേശ പര്യവേഷകൻ്റെ കൗതുകകരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്ന് ജന്മമെടുത്ത ആ പേര് ഇന്നും ലോകമെമ്പാടും സജീവമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു എന്നത് കേരളത്തിൻ്റെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഏടായിട്ട് എക്കാലവും നിലനിൽക്കും.